നല്ല ബീഫ് കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഫ്രീസറിന്റെ അകത്തുനിന്ന് ബീഫെല്ലാം എടുത്തിട്ട് ഞാൻ നേരത്തെ തന്നെ പുറത്ത് വെച്ചിട്ട് പോയതേനു. പിന്നെ ഞാൻ കുക്ക് ചെയ്യാന്ന് വിചാരിച്ച് വന്നു നോക്കിയപ്പോഴും കണ്ട കാഴ്ച ഇതാന്ന് കേട്ടാ. എൻ്റെ കിച്ചൺ കംപ്ലീറ്റ് ഇക്കൻ നമ്മുടെ കുട്ടി ഷെഫും കൂടി കയ്യേറിയിട്ടുണ്ട്. വന്നപ്പോഴേക്ക് ഇക്ക എന്നെ ഓടിപ്പിച്ച് വിടാനാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എന്തൊക്കെയോ പൗഡറുകളൊക്കെ ഇട്ടിട്ട് ഇതാ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കലാന്ന്. ഇപ്പം ബീഫ് കറി എന്നുള്ള പ്ലാന് മാറ്റിയിട്ട് ബീഫ് ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കണ്ടാ, ഇതിനാണ് ഞാൻ പറഞ്ഞത്, ഒരു മേലോട്ടല്ലെങ്കിൽ നടക്കൂല. അയ്യോ, എന്നോതിലാ മോനെ കിച്ചണ് കയറി തുടങ്ങിയേ. ഇതെന്താണ് എന്നോട്? പക്ഷെ നിങ്ങൾ കരിയിച്ച് വെച്ചതാ നിങ്ങള്. അങ്ങനെ മനസ്സമാധാനത്തോടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇക്കാൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സമാധാനമായിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കോൺസെൻട്രേഷനാണ് മുഖ്യം. ആളെ തകർക്കാൻ എന്നെ കൊണ്ടല്ല ആരെക്കൊണ്ടും പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ എൻ്റെ പണിയിലേക്ക് തിരിഞ്ഞു. ഒരു പകുതി സവോളയും ഒരു തക്കാളിയും കൂടി ഞാൻ കുഞ്ഞതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ബീഫ് വേവിച്ചിട്ടുള്ള ആ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കടല കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടേനു, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് കുക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഒരു മസാലയോ കാര്യങ്ങളൊന്നും പിന്നെ ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോഴേക്ക് ഇക്ക അപ്പുറത്തുനിന്ന് ബീഫ് നല്ലപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ വരുമ്പോഴേക്ക് ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്കേൻ്റെ പിന്നെ എല്ലാം ഫാസ്റ്റാണ് കേട്ടോ. അത് ഫ്രൈ ചെയ്യാൻ അവിടെ വെച്ചിട്ടുണ്ട്. അത് നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പണി നടക്കൂലല്ലോ. അപ്പം ഞാനിതാ ബീഫല്ല നമ്മുടെ കടലക്കറി ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഇപ്പം കടലയാണോ ബീഫാണോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഡൗട്ടാണ്. എന്തായാലും ആ കറി അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിന് ഞാനൊന്നിങ്ങനെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല തിക്കായിട്ട് വരും. ഇനിയിപ്പോൾ ഇതാ കടലക്കറീനെ ഒന്ന് താളിച്ചിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മസാല പൗഡറുകൾ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് താളിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ബീഫിൻ്റെ ആ ഒരു വെള്ളത്തിൽ ഉണ്ടാക്കിയത് കാരണം ഭയങ്കര ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോഴേക്കും ഇതാ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനല്ല ഇഞ്ചി വെളുത്തുള്ളി ടേസ്റ്റ് പറഞ്ഞേ. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാല് എന്താ പറയാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് നോക്കാനെന്നുള്ള പേരിൽ കുറച്ച് ഞാൻ അപ്പം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കുറച്ച് അപ്പൻ്റെ വീട്ടിലെ വിട്ടും കൂടി കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പം അതിന് കോമ്പിനേഷനായിട്ട് കഴിക്കുന്നത് നല്ല നാടൻ പത്തിരിയും തേങ്ങാപ്പാലും എൻ്റെ കടലക്കറിയും ഒക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബായ്.